+2 ഓൺലൈൻ ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററിലെ ലൈഫ് സ്പാൻ, ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിൻ്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സിൻ്റെ കാര്യവും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈപ്സ് പറഞ്ഞപ്പോൾ, അതായത് റീപ്രൊഡക്ഷൻ ടൈപ്സ് പറഞ്ഞപ്പോൾ സെക്ഷൽ ആൻഡ് സെക്ഷൽ ടൈപ്പ് പറഞ്ഞു. അതിനോടൊപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ചില പ്രത്യേകതകൾ നമ്മളന്ന് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും അതെന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്. 1. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ബൈ പേരൻ്റൽ. എന്തുകൊണ്ടായിരിക്കും? ആസ് ഇറ്റ് റിക്വയർ 2 parents. So it is called biparental. 2 പേരൻസ് ഇൻവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 ഗ്യാമീറ്റ്സ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത്. 2 തരം ഗ്യാമീറ്റ്സ്. ഒന്ന് മെയിൽ ഗ്യാമീറ്റ് സ്പേം ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് എഗ് ഓർ ഓവം. സോ ഫ്യൂഷൻ ഓഫ് 2 ഗ്യാമീറ്റ്സ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ എസെക്ഷൽ രീതിയിൽ ഒരു പ്രധാന പ്രത്യേകതയായിട്ട് പറഞ്ഞത് അവിടെ മൈറ്റോട്ടിക് ഡിവിഷനേ നടക്കുന്നുള്ളൂ. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടൈപ്പ് ഓഫ് ഡിവിഷനാണ്. പേരൻ്റൽ ക്രോമസോം നമ്പർ അത് തന്നെ അടുത്ത തലമുറയിലേക്കും പകർത്തപ്പെടുന്നത്. എന്നാൽ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് മിയോസിസ്. മിയോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് റിഡക്ഷൻ ഡിവിഷൻ. ക്രോമസോം നമ്പർ പകുതിയായി കുറയുന്നുണ്ട്. എന്തിനു വേണ്ടി കുറയുന്നു? ടു മെയിൻറ്റെയിൻ എ ഫിക്സഡ് ക്രോമസോം നമ്പർ ഫോർ എ സ്പീഷീസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ, അല്ലേ? സോ മിയോസിസ് എന്ന് പറയുന്നത് ഒരു ഒഴിവാക്കാനാകാത്ത തരം ഡിവിഷനാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ. മിയോസിസ് 2 സമയത്ത് നടക്കാം. അതായത് ഗ്യാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് മിയോസിസ് നടക്കാം. ഗ്യാമറ്റിക് മിയോസിസ് എന്ന് വിളിക്കും. അതല്ല, ഗ്യാമീറ്റ് ഉണ്ടായി, ഗ്യാമീറ്റ് നോർമലി മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ഫോം ചെയ്ത് ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ടിന് മിയോസിസ് നടക്കാം. അപ്പോൾ മിയോസിസ് 2 വിധത്തിലാകാം. ഏതൊക്കെയാണ്? ഗ്യാമറ്റിക് ആൻഡ് സൈഗോട്ടിക്. ഗ്യാമറ്റിക് ആൻഡ് സൈഗോട്ടിക് മിയോസിസ്. ഗ്യാമറ്റിക് മിയോസിസ് എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുക? ഡിപ്ലോയിഡ് ഓർഗാനിസത്തിലാണ്. ഡിപ്ലോയിഡ് ഓർഗാനിസം. കാരണം ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൻ്റെ ക്രോമസോം നമ്പർ പകുതിയായി കുറഞ്ഞാണ് ഗ്യാമീറ്റ് ഉണ്ടാകുന്നത്. ആ പകുതി ക്രോമസോമുള്ള ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുമ്പോൾ പേരൻ്റൽ ക്രോമസോം നമ്പറായ ഫുൾ സെറ്റ് ക്രോമസോം, അതായത് ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ ആ ഓർഗാനിസത്തിന് കിട്ടും. എന്നാൽ ഹാപ്ലോയിഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പകുതി സെറ്റ് ക്രോമസോമേ ഉള്ളൂ. അതിൽ ഓരോ ക്രോമസോമിൻ്റെയും 1 വീതമേ ഉള്ളൂ. ആ ഹാപ്ലോയിഡ് സെറ്റുള്ള ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൽ അവയുടെ ബോഡിയിൽ മൈറ്റോട്ടിക് ഡിവിഷൻ തന്നെ നടന്ന് ഗ്യാമീറ്റ്സ് ഉണ്ടാകും. ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. ഡിപ്ലോയിഡ് സൈഗോട്ടിന് പിന്നീട് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസമായി മാറും. അപ്പോൾ മിയോസിസ് എന്ന് പറയുന്നത് ഒഴിവാക്കാനാകാത്ത ഒരു ഡിവിഷനാണ് സെൽ ഡിവിഷൻ ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് മേ ബി ഗ്യാമറ്റിക് മിയോസിസ് ഓർ സൈഗോട്ടിക് മിയോസിസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഓർഗാനിസം. ഇൻ ഹാപ്ലോയിഡ്സ് ഇറ്റ് ഈസ് സൈഗോട്ടിക് മിയോസിസ് ആൻഡ് ഇൻ ഡിപ്ലോയിഡ്സ് ഇറ്റ് ഈസ് ഗ്യാമറ്റിക് മിയോസിസ്. ഓക്കെ, ഇനി അടുത്തത്, ഇവിടെ 2 ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ആർ ഫ്യൂസിങ്. നമ്മൾ മിയോസിസ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്. മിയോസിസ് നടക്കുമ്പോൾ ഫസ്റ്റ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1ൽ പാക്കറ്റീൻ സ്റ്റേജിൽ ക്രോസിംഗ് ഓവർ എന്നൊരു ഫിനോമിനൻ പഠിച്ചു. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ പേരൻ്റൽ ക്രോമസോംസ്, അതായത് അതിൽ മെറ്റേണൽ ക്രോമസോമും പെറ്റേണൽ ക്രോമസോമും പെയർ ചെയ്യുകയും പെയർ ചെയ്തവ അവയുടെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ തങ്ങളിൽ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ആ എക്സ്ചേഞ്ചിൽ ഓരോ ക്രോമസോമിനും അതിൻ്റേതല്ലാത്ത സെഗ്മെൻറ്റ്
സെഗ്മെൻറ്റ് കൂട്ടിച്ചേർക്കപ്പെടുകയും അങ്ങനെ ഡിഫറൻസ്, ക്യാരക്ടറിൽ ഡിഫറൻസ് ഉള്ള ക്രോമസോംസ് ആയിട്ട് അവ മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാരക്ടർ വ്യത്യാസപ്പെടും, അതുകൊണ്ട് ഓർഗാനിസം വ്യത്യാസപ്പെടും. സോ ഓഫ്സ്പ്രിങ്സ് ആർ ഡിസ്സിമിലർ when produced as a result of sexual reproduction. ഇനി നമ്മൾ പറഞ്ഞു ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ പേരന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ അതേപടി പകർത്തപ്പെടാം. അത് നിങ്ങൾ സുവോളജി പഠിച്ച് കാണും. ലിങ്കേജ്. ഇനി അല്ല, ക്രോസിംഗ് ഓവർ നടന്നാൽ ചേഞ്ച് ഉണ്ടാകാം, വേരിയേഷൻസ് ഉണ്ടാകാം. അപ്പോൾ വേരിയേഷൻ എന്ന് പറയുന്നത് എന്തിന് അടിസ്ഥാനമാണ്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എവല്യൂഷൻ അടിസ്ഥാനമാണ്. ഓരോ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിലും ഇണങ്ങി ജീവിക്കാനുള്ള അഡാപ്റ്റേഷനാണത്. ആ ഒരു കാര്യത്തിൽ വേരിയേഷൻസ് കൂടുതലായിട്ടുണ്ടാകാൻ സാധ്യത ഏതാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒക്കെയാണ്. ഇനി വെൻ കമ്പയർഡ് ടു എ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ദ റേറ്റ് ഓഫ് ദ പ്രോസസ്, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്ലോവർ ആണ്. അത് നമുക്കറിയാം. കാരണം കുറേ അധികം കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഗ്യാമിറ്റ് ഫോർമേഷൻ നടക്കണം, ഗ്യാമറ്റിക് ഫ്യൂഷൻ നടക്കണം, സൈഗോട്ട് ഡെവലപ്പ് ചെയ്യണം, കുറച്ച് കാലതാമസമുണ്ട്. അതുകൊണ്ട് തന്നെ റേറ്റ് സ്ലോവർ ആണ്. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? ഇറ്റ് ഈസ് ബൈപേരന്റൽ. ഇറ്റ് റിക്വയർ 2 gametes, male and female gametes. Sexual reproduction involves meiosis. It may be gametic or zygotic meiosis. Gametic in case of diploid organism, zygotic in case of haploid organism. Then offsprings are dissimilar. അവ ഓഫ്സ്പ്രിങ്സ് തങ്ങളിലും അവയുടെ പേരന്റിനോടും വ്യത്യാസങ്ങൾ മൊത്തത്തിൽ വ്യത്യാസപ്പെടണമെന്നില്ല, വ്യത്യാസങ്ങൾ ചെറിയ തോതിലെങ്കിലും ഉണ്ടായിരിക്കും. ഇനി വേരിയേഷൻസ്, ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് വേരിയേഷൻസ് ആയിട്ടാണ് നമ്മൾ പറയുക. സോ വേരിയേഷൻസ് ആർ കോമൺ. ദെൻ റേറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ ഇസ് സ്ലോവർ ദാൻ സെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് ടൈപ്സ്. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഫേസസ് ഓഫ് ലൈഫ് സൈക്കിൾ ഓഫ് എ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. അതൊരു കോമൺ ബിഹേവിയർ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫിൽ ഈ 3 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ഘട്ടങ്ങൾ നോക്കാം. There are 3 phases in the life cycle of sexually reproducing organism. 1. Juvenile or vegetative phase, reproductive phase, senescence phase. First one, juvenile or vegetative phase. ഇത് വളർച്ചയുടെ ആദ്യത്തെ ഘട്ടമാണ്. അതിൻ്റെ ലൈഫിൽ റീപ്രൊഡക്റ്റീവ് ഗ്രോത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള കാലയളവാണ് ജുവനൈൽ ഫേസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ്. ഈ പീരീഡിൽ അവ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. എപ്പോഴാണോ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കഴിഞ്ഞ് റീപ്രൊഡക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ കാണിക്കുന്നത്, ആ ഫേസിനെയാണ് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയാം. ഇനി റീപ്രൊഡക്റ്റീവ് ഫേസിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ ഏജിങ്, ഓൾഡ് ഏജ് എന്ന് പറയാവുന്ന ഒരു ഫേസാണ് സെനിസൻസ് ഫേസ്. സോ ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനിസൻസ് ഫേസ്, ഇങ്ങനെ 3 ഘട്ടങ്ങളുണ്ട്. എങ്കിലും ഈ 3 ഘട്ടങ്ങൾക്കിടയിലുള്ള ദൈർഘ്യം അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മളിപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജുവനൈൽ ഫേസ് എവിടെ വരെ നിൽക്കും? എപ്പോഴാണോ അത് പൂവിടുന്നത്, ഫ്ലവർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള കാലയളവ് അല്ലേ. സോ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് ആ ഫ്ലവർ ചെയ്ത് അതിൻ്റെ സീഡ് ഉണ്ടാകുന്ന കാലം വരെ അല്ലേ. ഇനി സെനിസൻസ് ഫേസ് ഏതാണ്? ഓൾഡ് ഏജ് ആണ്. ആ കാലയളവിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ലൈഫ് ആക്ടിവിറ്റീസ്, അതായത് മെറ്റബോളിസം, അത് സ്ലോ ഡൗൺ ചെയ്ത് എവിടേക്ക് എത്തും? ഓൾഡ് ഏജ് ലീഡ്സ് ടു ഡെത്ത്. സോ സെനിസൻസ് ഫേസ് can be defined as the period between
reproductive maturity. Reproductive maturity and death of an organism. Death of an organism. നമ്മൾ ഒരു ഓർഗാനിസത്തിൻ്റെ കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്. എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ പ്ലാന്റ്സിൽ പലതവണ ഫ്ലവർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡെത്ത് ഓഫ് ഓർഗാനിസം എന്ന് പറയുന്നത് ഉടനെ ഉണ്ടാവണം എന്നില്ല, അല്ലേ? സോ അത് ഓരോരോ ജീവികളിൽ വ്യത്യാസമുണ്ട്. സോ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫിൽ ഈ 3 ഘട്ടങ്ങളാണുള്ളത്. ഈ 3 ഘട്ടങ്ങളെ നിർണ്ണയിക്കുന്നത് ഒന്ന് ഹോർമോൺസ് ആണ് കാരണമാകുന്നത്. അതായത് ഓരോ ഘട്ടങ്ങളും ചേഞ്ച് ചെയ്യുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഹോർമോൺസ് ആണ്. ഹോർമോണൽ ആക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യും ജുവനൈൽ ഫേസ് നിർത്തി റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് നിർത്തി ഈ ഓൾഡ് ഏജിലേക്ക് കടക്കാൻ ആര് തീരുമാനമെടുക്കും? ഹോർമോൺസ്. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സും ഡിറ്റർമൈൻ ചെയ്യാൻ എന്ത് ഈ ഒരു ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ 3 സോൺസ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫിൽ 3 ഘട്ടങ്ങളാണുള്ളത്. ജുവനൈൽ ഫേസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ്, അതായത് ഏതൊരു ഓർഗാനിസവും റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുൻപ് ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിനെയാണ് ജുവനൈൽ ഫേസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുക. ഇനി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന കാലയളവാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ ചെയ്ത് ഡെത്തിലേക്ക് നീളുന്ന കാലയളവാണ് സെനിസെൻസ് ഫേസ്. സോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം സെനിസെൻസ് ഫേസിനെ? ഇറ്റ് ഈസ് എ പീരീഡ് ബിറ്റ്വീൻ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ആൻഡ് ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം, അല്ലെങ്കിൽ ഒരു ഓർഗൻ. ഓക്കെ, സോ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ 3 സോൺസിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ എന്താ പറയുക സോണല്ല 3 ഫേസസ് കൺട്രോൾ ചെയ്യുന്നത്? ആ ട്രാൻസിഷൻ ജുവനൈൽ ഫേസിൽ നിന്ന് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക്, അതിൽ നിന്ന് സെനിസെൻസ് ഫേസിലേക്ക് ട്രാൻസിഷൻ നടക്കാൻ കാരണമാകുന്നത് 2 ഫാക്ടേഴ്സാണ്. എന്തൊക്കെയാണത്? ഒന്ന് ഹോർമോൺസ്, മറ്റൊന്ന് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, സോ ഓർഗാനിസംസിൽ ഇനി പ്ലാന്റ്സിൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. പ്ലാന്റ്സിൽ ആനുവൽസ്, ബൈനിയൽസ്, പെരണിയൽസ് എന്നിങ്ങനെ പല ടൈപ്പ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് ലൈഫ് സൈക്കിൾ. ആനുവൽസിനും ബൈനിയൽസിനും വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനിസെൻസ് ഫേസ് വ്യക്തമായി അറിയാവുന്ന വിധത്തിലായിരിക്കും. എന്നാൽ അത്രത്തോളം വ്യക്തമായിട്ട് പെരണിയൽസിന് അറിയാൻ സാധിക്കില്ല. ഇനി എന്താണ് ആനുവൽ, ബൈനിയൽ ആൻഡ് പെരണിയൽ? ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു സീസണോ കൊണ്ട് ലൈഫ് കംപ്ലീറ്റ് ചെയ്യുന്നവയാണ് ആനുവൽസ്. ആ ഒറ്റ സീസണിനുള്ളിൽ അവ വെജിറ്റേറ്റീവ് ഗ്രോത്ത് നടക്കും, റീപ്രൊഡ്യൂസ് ചെയ്യും, സീഡായി അടുത്ത തലമുറ ഉണ്ടാകാനായി മോഡിഫൈ ചെയ്യപ്പെടുകയാണ്, അല്ലേ? അതായത് സീഡായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ലൈഫ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഒറ്റ സീസൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇയർ കൊണ്ടോ ലൈഫ് കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് എന്ത് വിളിക്കുക? ആനുവൽസ്. എക്സാമ്പിൾ റൈസ്. ഒരു സീസൺ എന്ന് പറയുന്നത് അത് ആ സീസണിൽ വ്യത്യാസം, മന്ത്സൊക്കെ വ്യത്യാസം വരാം, ഓരോ ചെടികൾക്ക് ഓരോ രീതിയെന്ന് മാത്രം. ഇനി ബൈനിയൽസ് എന്ന് പറയുന്നത് 2 സീസൺ കൊണ്ട് അല്ലെങ്കിൽ 2 ഇയർ കൊണ്ട് ലൈഫ് കംപ്ലീറ്റ് ചെയ്യുന്നവയാണ്. അതിന് ഉദാഹരണമാണ് ക്യാബേജ്. അതിലെ ഫസ്റ്റ് സീസണിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ അത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് മാത്രമാണ് നടക്കുക. റീപ്രൊഡക്റ്റീവ് ഗ്രോത്ത് നടക്കുന്നത് സെക്കൻഡ് സീസണാണ്. അത് നിങ്ങൾ ഒരു പക്ഷേ കഴിഞ്ഞ വർഷം പഠിച്ചത് ഓർക്കുന്നുണ്ടാകും. ബോൾട്ടിങ് ഇൻ റോസറ്റി പ്ലാന്റ്സ് ഓർക്കുന്നുണ്ടോ? എന്താണ് റോസറ്റി പ്ലാന്റ്സ്? പറ്റി ചേർന്ന് മണ്ണിനോട് ചേർന്ന് വളരുന്ന ചെടികളാണ് അവ. ഫസ്റ്റ് ഇയറിൽ വെജിറ്റേറ്റീവ് ഗ്രോത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. എപ്പോഴാണോ ഫ്ലവർ ചെയ്യേണ്ടത് അതിന് തൊട്ട് മുമ്പായിട്ട് അതിൻ്റെ സ്റ്റെം ഇലോങ്ങേറ്റ് ചെയ്യും. അതായിരുന്നു ബോൾട്ടിങ്, അല്ലേ? സോ ബോൾട്ടിങ് എന്തിനു വേണ്ടിയാണ് നടക്കുന്നത്? അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് തുടങ്ങുകയാണ്, ആണല്ലോ. സോ റീപ്രൊഡക്റ്റീവ് ഫേസ് സെക്കൻഡ് ഫേസിലേക്ക് കടക്കാൻ ഉള്ള ആ ട്രാൻസിഷൻ സ്റ്റേജാണ്.
ബോൾട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഓർമ്മയിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ബൈനിയൽസ് എന്താണ്? 2 സീസൺ കൊണ്ടോ അല്ലെങ്കിൽ 2 ഇയർ കൊണ്ടോ ലൈഫ് കംപ്ലീറ്റ് ചെയ്യുന്നവയാണ് ബൈനിയൽസ്. ആനുവൽസിലും ബൈനിയൽസിലും അവയുടെ ലൈഫ് സ്പാൻ ലിമിറ്റഡ് ആയതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ലിമിറ്റഡ് ആയതുകൊണ്ട് there is clear cut vegetative, reproductive and senescence phases. എന്നാൽ എന്താണ് പെരണിയൽസ്? പെരണിയൽസ് എന്ന് പറയുന്നത് 3 വർഷമോ അല്ലെങ്കിൽ അതിലധികമോ വർഷം ജീവിച്ചിരിക്കുകയും പലതവണ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നവയാണ്. അപ്പോൾ അവ സെനിസൻസിന് വിധേയമാകുന്നില്ലേ? ഉണ്ട്. അവിടെ ചിലപ്പോൾ ചില പാർട്ടായിരിക്കും, ഏതെങ്കിലും പ്ലാൻ പാർട്ടായിരിക്കും സെനിസൻസിന് വിധേയമാകുക. ഫുൾ പ്ലാന്റ് നശിക്കാൻ ഏറെ കാലമെടുത്തേക്കാം. അവയുടെ ലൈഫ് സ്പാൻ്റെ ദൈർഘ്യം കൂടുതലാണ്. സോ പെരണിയൽസ് എന്ന് പറയുന്നത് 3 വർഷമോ അതിലധികമോ കൊണ്ട് ലൈഫ് കംപ്ലീറ്റ് ചെയ്യുന്നവയാണ്. അതിനിടയിൽ പലതവണ പൂക്കാം. ചിലപ്പോൾ ഒറ്റത്തവണയായി പൂക്കാം, ചിലപ്പോൾ ഒന്നിലധികം തവണ. മിക്കവാറും ചെടികളെല്ലാം ഒന്നിലധികം തവണ പൂക്കുന്നതാണ്. ഇനി ആ പൂക്കുന്ന കാലയളവ് ചിലപ്പോൾ അതിൻ്റെ വെജിറ്റേറ്റീവ് ഫേസ് കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഫേസ് എത്താൻ കുറേയേറെ കാലതാമസം ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ നമുക്ക് പെരണിയൽസ് 2 എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഒന്ന് ബാംബു. ലൈഫ് ടൈമിൽ ഒറ്റത്തവണ മാത്രം ഫ്ലവർ ചെയ്യുന്നവയാണ് ബാംബു. എത്ര വർഷം വേണമെങ്കിലും ജീവിച്ചിരിക്കും, പക്ഷേ എന്ന് ഫ്ലവർ ചെയ്യുന്നു അതിനുശേഷം അത് നശിച്ചു പോകും. സോ ദേ ആർ മോണോകാർപ്പിക് പ്ലാന്റ്സ്. ഒറ്റത്തവണ പൂക്കുന്ന ചെടികളെ വിളിക്കുന്ന പേരാണ് മോണോകാർപ്പിക് പ്ലാന്റ്സ്. ഓക്കെ, സോ ബാംബു ഇസ് എ മോണോകാർപ്പിക് പ്ലാന്റ്. ഇനി 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന ഒരു ചെടിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഏതാണത്? നീലക്കുറിഞ്ഞി. സോ നീലക്കുറിഞ്ഞിയുടെ പേര് ഇതാണ്, സ്ട്രോബിലാന്തസ് കുന്തിയാന. സ്ട്രോബിലാന്തസ് കുന്തിയാന, അതിൻ്റെ പേരെന്താണ്? നീലക്കുറിഞ്ഞി. ഇത് എത്ര വർഷത്തിലൊരിക്കലാണ് പൂക്കുക? once in 12 years. അപ്പോൾ ഫ്ലവർ ചെയ്യുന്ന ടൈം വ്യത്യാസപ്പെടാം, പക്ഷേ അവ കുറേയേറെ വർഷം ജീവിച്ചിരിക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് പല പ്ലാന്റ്സിലും ഈ 3 ഫേസിൽ, അതായത് വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനിസൻസ് ഫേസിൻ്റെ ദൈർഘ്യം വ്യത്യാസപ്പെടാം. ആനുവൽസും ബൈനിയൽസും ക്ലിയർ കട്ട് വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനിസൻസ് ഫേസ് കാണിക്കുന്നുവെങ്കിലും പെരണിയൽസ് അത്രത്തോളം ക്ലിയർ ആയിട്ട് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പെരണിയൽസിൽ ഒരു തവണ പൂത്തതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും പൂവുണ്ടാകും. അപ്പോൾ ഇതിനിടയിലുള്ള കാലയളവിനെ എന്തായിട്ട് കണക്കാക്കാം? സാധാരണ കണക്കാക്കുന്നത് വെജിറ്റേറ്റീവ് ഫേസ് ആയിട്ടാണ്. അതായത് അടുത്ത റീപ്രൊഡക്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് നടക്കുന്ന സമയമെന്നാണ് കണക്കാക്കുക. ഓക്കെ, സോ പെരണിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വർഷമോ അതിലധികം വർഷങ്ങളോ ജീവിച്ചിരിക്കുകയും പലതവണ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നവയാണ്, അല്ലേ? പലതവണയാകാം, ഒറ്റത്തവണയാകാം. ഒറ്റത്തവണയെങ്കിൽ അതിനെ എന്ത് വിളിക്കും? മോണോകാർപ്പിക് പ്ലാന്റ്സ്. നമ്മൾ പറഞ്ഞു, എക്സാമ്പിളാണ് ബാംബു. അതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലേ ഫ്ലവർ ചെയ്യുള്ളൂ. ഫ്ലവർ ചെയ്താൽ അത് ആ പ്ലാന്റ് നശിക്കും. എന്നാൽ പോളികാർപ്പിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ മെനി ടൈംസ് ദേ ഫ്ലവർ. ദേ മേ ഫ്ലവർ മെനി ടൈംസ് ഇൻ ദെയർ ലൈഫ് ടൈം. പോളി മീൻസ് മെനി. കാർപ്പിക് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്ന ഏതാണ്? ഫ്ലവറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട. സോ മോണോകാർപ്പിക് ആൻഡ് പോളികാർപ്പിക് പ്ലാന്റ്സ് ആർ they are in perennial type. Okay, animalsile juvenile phase കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഫേസിനിടയിൽ പല ചേഞ്ചസും ഉണ്ടാകും അവയുടെ ബോഡിയിൽ. അത് മോർഫോളജിക്കൽ ചേഞ്ചസും ഉണ്ട്, ഫിസിയോളജിക്കൽ ചേഞ്ചസും ഉണ്ട്. ഈ ജുവനൈൽ ഫേസ് കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഫേസിനിടയിലാണ് ഈ ചേഞ്ചസ് ഒക്കെ സംഭവിക്കുക. എന്നിട്ടാണ് അവ റീപ്രൊഡ്യൂസ് ചെയ്യുക. ഇനി റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ ഡ്യൂറേഷനോ അത് ഓരോ ഓർഗാനിസത്തിലും വ്യത്യാസപ്പെടാം. മേ വേരി ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസം. ഇനി ബ്രീഡിങ്ങിൻ്റെ
കാലയളവ് അല്ലെങ്കിൽ ഏത് സമയത്ത് ബ്രീഡിംഗ് നടക്കുന്നു എന്നതിൻ്റെ ബേസിസിൽ ആനിമൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു ടു. വൺ ഈസ് സീസണൽ ബ്രീഡേഴ്സ് ആൻഡ് ദ അതർ ഇസ് continuous breeders. What are seasonal breeders? They breed seasonal. ചില സീസണിൽ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ് സീസണൽ ബ്രീഡേഴ്സ്. എന്നാൽ ഒരു സീസണും പ്രത്യേകതയില്ല, എല്ലാ സീസണിലും റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവായിട്ടുള്ള ഓർഗാനിസംസ് ആണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. നമുക്ക് സീസണൽ ബ്രീഡേഴ്സ് ആയിട്ട് പറയാം ബേർഡ്സ് ഇൻ നേച്ചർ. പ്രകൃതിയിൽ കാണുന്ന പക്ഷികളെല്ലാം സീസണൽ ബ്രീഡേഴ്സാണ്. എന്നാൽ നമ്മൾ വളർത്തുന്ന പക്ഷികളുണ്ട്, മുട്ടയ്ക്കായും ഇറച്ചിക്കായിട്ടും ഒക്കെ വളർത്തുന്ന ബേർഡ്സ് ഇൻ ക്യാപ്റ്റിവിറ്റി. അവ സീസണൽ അല്ല, കണ്ടിന്യൂസ് ബ്രീഡേഴ്സാണ്. അവ എല്ലായ്പ്പോഴും റീപ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിളാണ്. സോ മനസ്സിലായല്ലോ, ബേസ്ഡ് ഓൺ ദ പീരിയോഡിസിറ്റി ഓഫ് ബ്രീഡിംഗ് ആനിമൽസ് ആർ ഓഫ് ടു ടൈപ്സ്, സീസണൽ ബ്രീഡേഴ്സ് ആൻഡ് കണ്ടിന്യൂസ് breeders. Seasonal breeders in example ഏതാണ്? Birds in nature. And continuous breeders in example birds in captivity. Okay. Reproductive phase കഴിഞ്ഞ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും, സെനിസെൻസ് ഫേസ്, ദാറ്റ് ഈസ് ഓൾഡ് ഏജ്. ഓക്കെ. സോ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് മാമൽസിൻ്റെ, അതായത് ഫീമെയിൽസ് ഓഫ് പ്ലാസെൻ്റൽ മാമൽസ് കാണിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം, അതായത് റീപ്രൊഡക്റ്റീവ് ഫേസിൽ അവ കാണിക്കുന്ന ഒരു പ്രത്യേക രീതിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പ്ലാസെൻ്റൽ മാമൽസിൻ്റെ ഫീമെയിൽസിൻ്റെ ബോഡിക്കുള്ളിൽ ഓവറിയുടെ പ്രവർത്തനത്തിലും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള ഡക്റ്റിലും, ഡക്സ് പലതരം ഡക്റ്റുകളുണ്ടല്ലോ, ഓരോ സെക്രീഷൻസ് ഉണ്ടാക്കുന്ന ഡക്സിൽ, അതുപോലെ ഹോർമോൺസ്, ഇവയുടെ പ്രവർത്തനം ഒരു പീരീഡിനുള്ളിൽ വീണ്ടും വീണ്ടും ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു സൈക്ലിക് ചേഞ്ചാണ് ഉണ്ടാകുക. ഒരു പീരീഡിൽ ഉണ്ടായ ചേഞ്ച് കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ആ റീപ്രൊഡക്റ്റീവ് ഫേസിൽ പ്ലാസെൻ്റൽ മാമൽസിൻ്റെ ഫീമെയിൽസിലുണ്ടാകുന്ന ഈ സൈക്ലിക് ചേഞ്ചസിനെ പറ്റിയാണ് നമ്മൾ പറയുക. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സൈക്ലിക് ചേഞ്ചസ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് മാമൽസ്. എന്താണ്? ഫീമെയിൽസ് ഓഫ് പ്ലാസെൻ്റൽ മാമൽസ് എക്സിബിറ്റ് സൈക്ലിക് ചേഞ്ചസ്. ഏതിലൊക്കെ? ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ഓവറീസ്, ആക്സസറി ഡക്സ് ആസ് വെൽ ആസ് ഹോർമോൺസ്. ഏതിൻ്റെയൊക്കെ ആക്ടിവിറ്റിയിലാണ്? ഓവറിയുടെ ആക്ടിവിറ്റിയിൽ, ഡക്സിൻ്റെ ആക്ടിവിറ്റിയിൽ, അതുപോലെ ഹോർമോണൽ ആക്ടിവിറ്റിയിൽ ഒരു സൈക്ലിക് ചേഞ്ച് കാണിക്കും. ഈ ചേഞ്ചിനെ പ്രൈമേറ്റ്സിൽ, പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നട്ടെല്ലാം നിവർന്ന് നിൽക്കാൻ ശേഷിയുള്ളവയാണ് പ്രൈമേറ്റ്സ്. ഇൻ പ്രൈമേറ്റ്സ് ഇറ്റ് ഈസ് കോൾഡ് മെൻസ്ട്രുവൽ സൈക്കിൾ, ദ പീരിയോഡിക് ചേഞ്ച് occurring in the activities of ovaries, accessory ducts as well as hormones. In primates it is called menstrual cycle, and in non-primates it is called estrus cycle. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിവർന്ന നട്ടലോടുകൂടിയുള്ളവയാണ് പ്രൈമേറ്റ്സ്. അതിന് എക്സാമ്പിൾ അറിയാലോ, മാൻ, ഏപ്സ്, മങ്കീസ്, ഇതൊക്കെ. ഇനി നോൺ പ്രൈമേറ്റ്സ് അറിയാലോ, കൗ, ബഫല്ലോ, ക്യാറ്റ്, ഡോഗ്. ഓക്കെ. സോ നമ്മളിപ്പോൾ പറഞ്ഞത് സൈക്ലിക് ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ദ ബോഡി ഓഫ് ഫീമെയിൽസ് ഓഫ് പ്ലാസെൻ്റൽ മാമൽസ്. എന്തൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നത്? ആക്ടിവിറ്റിയിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ഓരോ തവണ സൈക്ലിക്, ഒരു പീരീഡിനുള്ളിൽ സൈക്ലിക് ചേഞ്ച് ഉണ്ടാകുന്നു അല്ലേ? ആ സൈക്ലിക് ചേഞ്ചിനെ മെൻസ്ട്രുവൽ സൈക്കിൾ ആൻഡ് ഈസ്ട്രസ് സൈക്കിൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. മെൻസ്ട്രുവൽ സൈക്കിൾ കാണിക്കുന്നത് പ്രൈമേറ്റ്സ് ആണ്, ഈസ്ട്രസ് സൈക്കിൾ നോൺ പ്രൈമേറ്റ്സ്. ഓക്കെ. So, sexual reproduction involves the fusion of gametes, formation of zygote and development of embryo. അല്ലേ? നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സംഭവങ്ങളെ, ഇവൻറ്റ്സ് നമുക്ക് 3 ഹെഡിങ്സിലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം.
ഒന്ന് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്, 2 ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്, 3 പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഇതിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പ് ഫെർട്ടിലൈസ് ചെയ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ഗ്യാമീറ്റ് വേണം. സോ ഫസ്റ്റ് ഇവൻ്റ് എന്താണ്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിലെ ഫസ്റ്റ് ഇവൻ്റ് എന്താണ്? ഗ്യാമീറ്റ് ഫോർമേഷൻ. ദാറ്റ് ഈസ് കോൾഡ് ഗ്യാമെറ്റോജെനസിസ്. ജെനസിസ് മീൻസ് ഫോർമേഷൻ. ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ് ആണ് ഗ്യാമെറ്റോജെനസിസ്. Define gametogenesis is the process of formation of gametes. It is called gametogenesis. So male and female gametes must be produced, and the produced gametes should be transferred for fusion. That is called gamete transfer. So what are the events in pre-fertilization period? Gametogenesis and gamete transfer. ഇനി ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ നടക്കുന്ന സ്റ്റേജാണ്. ഫ്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫെർട്ടിലൈസേഷൻ ഇസ് അതർവൈസ് നോൺ ആസ് syngamy. So syngamy may occur externally or internally. അതായത് അതിലെ ഇൻവോൾവ് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ ബോഡിക്കുള്ളിൽ നടക്കാം, പ്രത്യേകിച്ചും ഫീമെയിൽ പേരൻറ്റിൻ്റെ ബോഡിക്കുള്ളിൽ നടക്കാം, അല്ലെങ്കിൽ പുറമേ നടക്കാം. പുറമേയാണ് നടക്കുന്നതെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഇനി നമ്മളവിടെ വേറെ ഒരു ടോപ്പിക് കൂടി പറയും, പാർത്തനോജെനസിസ്. എന്താണെന്ന് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കും. അപ്പോൾ അതിനെപ്പറ്റി പറയാം. അപ്പോൾ നമ്മൾ ഓർക്കും ഇങ്ങനെ ഒരു ടേം കൂടി, പാർത്തനോജെനസിസ്. ഇനി മൂന്നാമത്തെ ഇവൻ്റാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻ്റ്. അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ് നടന്നു. സോ ഫ്യൂഷൻ പ്രോഡക്റ്റ് എന്താണ്? സൈഗോട്ട്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇവൻറ്റ്? സൈഗോട്ട് ഫോർമേഷൻ അല്ലേ? സോ സൈഗോട്ട് ഫോം ചെയ്തു. സൈഗോട്ട് എന്ന ഒറ്റ സെല്ല് ഇനി അത് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസമായി മാറണം. അതിനാദ്യം എന്തായിട്ട് മാറണം? അത് ഒരു എംബ്രിയോ ആകണം. സോ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എംബ്രിയോജെനസിസ്. നമ്മളിവിടെ പറഞ്ഞു ജെനസിസ് മീൻസ് ഫോർമേഷൻ, ഗ്യാമറ്റോജെനസിസ് ഗ്യാമീറ്റ് ഫോർമേഷൻ. സോ വാട്ട് ഈസ് എംബ്രിയോജെനസിസ്? ജെനസിസ് ഫോർമേഷൻ ആണെങ്കിൽ എംബ്രിയോ ഫോർമേഷനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോജെനസിസ്. ഇനി ആ എംബ്രിയോ ഫോർമേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും? ഒറ്റ സെല്ലേ ഉള്ളൂ, സൈഗോട്ട് എന്ന ഒറ്റ സെല്ല്. സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫിലെ ഫസ്റ്റ് സെല്ല് സൈഗോട്ടാണ്. ആ ഒരൊറ്റ സെല്ലിൽ നിന്നാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസമായിട്ടത് മാറുക. മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ഒറ്റ സെല്ലായിട്ട് അല്ലേ? സോ ആ ഒറ്റ സെല്ലിന് സംഭവിക്കുന്ന എന്തൊക്കെയാണ്? ഇറ്റ് ഡിവൈഡ്, ദാറ്റ് സെൽ അണ്ടർഗോ ഡിവിഷൻ, enlargement and maturation to differentiate. അതായത് ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ആ സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാണ് എംബ്രിയോജെനസിസിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 3 ഇവൻറ്റ്സ് ആണുള്ളത്. ഒന്ന് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്, ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഗ്യാമറ്റോജെനസിസ് ആൻഡ് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് syngamy ആണ്, എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ syngamy. ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് സൈഗോട്ട് ഫോർമേഷൻ ആൻഡ് എംബ്രിയോജെനസിസ്. ഓക്കെ, നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൻ്റെ ഫസ്റ്റ് ഇവൻ്റ് ആണ് ഗ്യാമീറ്റ് ഫോർമേഷൻ. Gametes may be similar or dissimilar. If similar gametes are fusing, ആ gametesനെ വിളിക്കുന്ന പേരാണ് ഹോമോ gametes or isogametes. ലോവർ ആൽഗകളിലൊക്കെ കാണുന്ന ഒരു രീതിയാണ് സിമിലർ gametes ആണ് ഫ്യൂസ് ചെയ്യുക. ഐസോഗമി നമ്മൾ പഠിച്ചതാണ്. ഹോമോ gametes or isogametes. എന്നാൽ gametes ഡിഫറൻ്റ് ആകുക, ആ കണ്ടീഷനെയാണ് അനൈസോഗമി, ഫ്യൂഷൻ ഓഫ്
ഡിസിമിലർ ഗ്യാമീറ്റ്സ് നമ്മൾ പഠിച്ചാലേ അനൈസോഗമി. സോ ഗ്യാമീറ്റ്സിനെ എന്ത് വിളിക്കാം? ഹെറ്ററോഗ്യാമീറ്റ്സ് ഓർ അനൈസോഗ്യാമീറ്റ്സ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഐസോഗമി, അനൈസോഗമി, ഊഗമി എന്ന് ഓർക്കാം. ഐസോഗമി എന്തായിരുന്നു? ഫ്യൂഷൻ ഓഫ് സിമിലർ ഗ്യാമീറ്റ്സ്. സിമിലർ ഗ്യാമീറ്റ്സ് ആണെങ്കിൽ എന്ത് വിളിക്കും? ഹോമോഗ്യാമീറ്റ്സ് ഓർ ഐസോഗ്യാമീറ്റ്സ്. ഹോമോഗ്യാമീറ്റ്സ് എന്ന് പറയുന്നത് അവയിൽ 2 ഗ്യാമീറ്റ് ഉണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ, പിന്നെ ഒരേ വലിപ്പവും ഒരുപോലെ ചലനശേഷിയും ഒക്കെ ഉള്ളതാകാം. യാതൊരു വ്യത്യാസവുമില്ലാത്ത ഒരുപോലെ ഇരിക്കുന്ന ഗ്യാമീറ്റ്സ് ആണ്. എന്നാൽ അനൈസോഗ്യാമീറ്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിഫറൻസ് ഉള്ള ഗ്യാമീറ്റ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. അത് 2 വിധമാകാം. അനൈസോഗമി എന്താണ്? ഒന്നുകിൽ അവ സിമിലർ ആയിരിക്കും അതിൻ്റെ ഷേപ്പിലൊക്കെ, അതിലൊന്ന് മോട്ടൈലും ഒന്ന് നോൺ മോട്ടൈലും ആകാം. ഒരേ വലിപ്പമാകാം, ഡിഫറൻറ്റ് വലിപ്പവും ആകാം. ഇങ്ങനെയാകാം. അതല്ല എങ്കിൽ ഒരെണ്ണം നോൺ മോട്ടൈൽ, ഒരെണ്ണം മോട്ടൈൽ. ഈ 2 രീതിയും നമ്മൾ പഠിച്ചതാണ്. ഇത് അനൈസോഗമി. അനൈസോഗമിയുടെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് ഊഗമി എന്ന് നമ്മൾ പഠിച്ചു. അതിൽ മെയിൽ ഗ്യാമീറ്റ് മോട്ടൈലാണ്, ഫീമെയിൽ ഗ്യാമീറ്റ് സ്റ്റേഷനറിയാണ്. ഓർക്കുന്നുണ്ടല്ലോ? സോ അത് വെറുതെ പഠിച്ച കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. സോ ഐസോ ആൻഡ് അനൈസോ ഗ്യാമീറ്റ്സിനെ പറ്റി നിങ്ങളോട് ചോദിക്കാം. വാട്ട് ആർ ഐസോഗ്യാമീറ്റ്സ്? സിമിലർ ഗ്യാമീറ്റ്സ് ആർ കോൾഡ് ഐസോഗ്യാമീറ്റ്സ്. ഡിസിമിലർ ഗ്യാമീറ്റ്സ് ആർ കോൾഡ് അനൈസോഗ്യാമീറ്റ്സ് ഓർ ഹെറ്ററോഗ്യാമീറ്റ്സ്. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഗ്യാമീറ്റ്സിൻ്റെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഐസോഗ്യാമീറ്റ് ആണ്. കാരണം രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഫ്യൂഷൻ നടക്കുന്നതുകൊണ്ടാണ് അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ഈ സിമിലർ ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിനെ ഐസോഗമി എന്ന് പറയാം. ഇത് നോക്കിയേ, ഇവിടെ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ്. അതായത് ഒരു ഗ്യാമീറ്റാണ്, ഇതൊരു ഗ്യാമീറ്റാണ്. ഇവിടെ വലിപ്പത്തിലാണ് വ്യത്യാസം. അത് അനൈസോഗമിയാണ്. ഇനി അനൈസോഗമിയുടെ തന്നെ അഡ്വാൻസ്ഡ് ഫോമാണ് ഊഗമി. ഊഗമിയിൽ എന്താ കാണിക്കുക? ഇത് രണ്ടും ഹെറ്ററോഗ്യാമീറ്റ്സ് ആണ്. ഇവിടെയും ഹെറ്ററോഗ്യാമറ്റിക്കാണ്, ഇവിടെയും ഹെറ്ററോഗ്യാമറ്റിക്കാണ്. ഇവിടെ ഫീമെയിൽ ഗ്യാമീറ്റ് വലുതും നോൺ മോട്ടൈലുമാണ്, മെയിൽ ഗ്യാമീറ്റ് ചെറുതും മോട്ടൈലുമാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് പറയാമല്ലോ. ഐസോഗ്യാമീറ്റ്സിന് എക്സാമ്പിൾ ലോവർ ആൽഗൈ. എക്സാമ്പിൾസ് പറയാം. അനൈസോഗ്യാമീറ്റ്സിന് എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ്. ഓക്കെ, ഓക്കെ. സോ നമ്മളിന്ന് പറഞ്ഞത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. സെക്ഷൽ റീപ്രൊഡക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ്: it is biparental as it involves both male and female parents. Fusion of male sperm and female egg or ovum gametes occurs, resulting in the formation of zygote. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് meiosis. It may be gametic meiosis as in diploid organism or zygotic meiosis as in haploid organism. Then offsprings are genetically and morphologically dissimilar. നമ്മൾ പറഞ്ഞു, due to recombination or crossing over. Then അതുകൊണ്ട് തന്നെ വേരിയേഷൻസ് ആർ കോമൺ. ഇനി റേറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് സ്ലോവർ ദാൻ asexual reproduction. ഇനി അടുത്തത്, സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളിൽ 3 ഘട്ടങ്ങളുള്ളതായിട്ട് നമ്മൾ പറഞ്ഞു. 1 ജുവനൈൽ ഓർ വെജിറ്റേറ്റീവ് ഫേസ്, 2 റീപ്രൊഡക്റ്റീവ് ഫേസ്, 3 സെനിസൻസ് ഫേസ്. ജുവനൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് വരെ ഒരു certain period of growth ഉണ്ട് എല്ലാ ഓർഗാനിസത്തിനും. ഓൾ ഓർഗാനിസം ഹാവ് ടു റീച്ച് എ certain സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി ഇൻ ദെയർ ലൈഫ് ബിഫോർ ദേ ക്യാൻ റീപ്രൊഡ്യൂസ് സെക്ഷലി. ദാറ്റ് പീരിയഡ് ഇസ് നോൺ ആസ് juvenile phase or vegetative phase. The end of juvenile phase എന്ന് പറയുന്നത് reproductive phase ആയിട്ട് നമുക്ക് കണക്കാക്കാം. So the beginning of reproductive phase ഹയർ പ്ലാന്റ്സിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എപ്പോഴാണോ അത് ഫ്ലവർ ചെയ്യുന്നത്, ആ സമയം തൊട്ട്. ഇനി സെനിസൻസ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പീരിയഡ് ബിറ്റ്വീൻ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ആൻഡ് ഡെത്ത് ഓഫ് എ പ്ലാന്റ്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു 3
സ്റ്റേജസ് അതിൻ്റെ ട്രാൻസിഷന് കാരണമാകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹോർമോൺ, മറ്റൊന്ന് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഈ ട്രാൻസിഷൻ, അതായത് ജുവനൈൽ ഫേസ് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്കും തുടർന്ന് സെനിസെന്റ് ഫേസും വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹോർമോൺ, മറ്റൊന്ന് എൻവയോൺമെൻറ്റൽ ഫാക്ടർ. ഇനി ഈ ഓരോ ഘട്ടത്തിനും ഓരോ സ്റ്റേജിനും ഇടയിലുള്ള ദൈർഘ്യം വ്യത്യാസപ്പെടാം ഇൻ ഡിഫറെൻ്റ് ഓർഗാനിസം. പിന്നെ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിൽ ആനുവൽസ് ആൻഡ് ബൈനിയൽസ്. ആനുവൽസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആനുവൽസ് ആർ പ്ലാന്റ്സ് ദാറ്റ് ലീവ് 1 year or 1 season. അവ ഒറ്റ വർഷം കൊണ്ട് അതിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ചെയ്യുന്നവയാണ്. ബൈനിയൽസോ 2 വർഷം അല്ലെങ്കിൽ 2 സീസൺ കൊണ്ട് ലൈഫ് കംപ്ലീറ്റ് ചെയ്യുന്നവയാണ്. ഇവയ്ക്ക് എന്താ പ്രത്യേകത? ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവ വെജിറ്റേറ്റീവ് ഗ്രോത്ത് നടക്കും, റീപ്രൊഡ്യൂസ് ചെയ്യും, ദെൻ സെനിസെൻസ് ഫേസിലേക്ക് കടക്കും. ആ ഒരു ബേസിസിൽ ആനുവൽസ് ആൻഡ് ബൈനിയൽസ് ഷോ ക്ലിയർ കട്ട് വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനിസെൻറ്റ് ഫേസ് എന്ന് നമുക്ക് പറയാം. എന്നാൽ പെരണിയൽസ്, വാട്ട് ആർ പെരണിയൽസ്? Perennials are plants that live for many years and flower many times. അവയെ നമുക്ക് എന്ത് പറയാൻ സാധിക്കില്ല, അവയ്ക്കൊരു ക്ലിയർ കട്ട് വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനിസെൻറ്റ് ഫേസ് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി പെരണിയൽസ് തന്നെ ഒറ്റത്തവണ ഫ്ലവർ ചെയ്യുന്നവയുമുണ്ട്. അതിൻ്റെ ലൈഫ് ടൈമിൽ ഒറ്റത്തവണ മാത്രം ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ബാംബു. അതിനെ മൾട്ടീനിയൽസ് എന്ന് വിളിക്കാൻ കാരണം ധാരാളം വർഷം ജീവിച്ചിരിക്കും, പക്ഷേ അത് ഫ്ലവർ ചെയ്യുന്നത് ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമാണ്. ഓക്കെ, സോ ബാംബു. സോ പെരണിയൽസ് എന്ന് പറയുന്നത് ഒറ്റത്തവണ ഫ്ലവർ ചെയ്യുന്നവയാകാം, കുറേ വർഷം ജീവിച്ചിരുന്നിട്ട് ഒറ്റത്തവണ ഫ്ലവർ ചെയ്യുന്നവയാകാം, അല്ല എങ്കിൽ ഇവയൊക്കെ പോലെ പലതവണ ഫ്ലവർ ചെയ്യുന്നവയും ആകാം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഒരു മോണോകാർപ്പിക് പെരണിയലാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന, ദാറ്റ് ഈസ് നീലക്കുറിഞ്ഞി. അത് വൺസ് ഇൻ 12 years ആണ് ഫ്ലവർ ചെയ്യുക. എന്നാൽ ബാംബു അങ്ങനെയല്ല, ഒരിക്കലേ അതിൻ്റെ ലൈഫ് ടൈമിൽ ഫ്ലവർ ചെയ്യുന്നുള്ളൂ. ഇനി ബേസ്ഡ് ഓൺ ദ പീരിയോഡിസിറ്റി ഓഫ് ബ്രീഡിംഗ് നമ്മൾ പറഞ്ഞു ഓർഗാനിസംസ് 2 തരമുണ്ട്, സീസണൽ ആൻഡ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. Seasonal breeders are organisms that reproduce only seasonally. Example, frog, lizard, birds, wild mammals, etc. But continuous breeders are organisms that are reproductively active throughout the year. An example are mice, rabbit, cattle, etc. Birds in nature are seasonal breeders, while birds in captivity are, that means poultry, they are continuous breeders. ഇത് നേച്ചറിൽ കാണുന്ന ബേർഡ്സ് ആണ്, ഇത് വളർത്തു പക്ഷിയാണ് അല്ലേ. ഇതിൽ രണ്ടിലും ബ്രീഡിംഗ് സീസൺ എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് സൈക്ലിക് ചേഞ്ചസ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് മാമൽസ്. ഇൻ പ്രൈമേറ്റ്സ് ഇറ്റ് ഇസ് കോൾഡ് മെൻസ്ട്രുവൽ സൈക്കിൾ ആൻഡ് ഇൻ നോൺ പ്രൈമേറ്റ്സ് ഇറ്റ് ഇസ് കോൾഡ് ഈസ്ട്രസ് സൈക്കിൾ. ഓക്കെ, സോ നമ്മളീ പറഞ്ഞ ആ സൈക്ലിക് ചേഞ്ചസിനെ സെപ്പറേറ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നു. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ്ട്രസ് സൈക്കിൾ ആൻഡ് മെൻസ്ട്രുവൽ സൈക്കിൾ. ഇൻ പ്രൈമേറ്റ്സ് മാമൽസ് ഇറ്റ് ഇസ് മെൻസ്ട്രുവൽ സൈക്കിൾ ആൻഡ് ഇൻ നോൺ പ്രൈമേറ്റ്സ് ഇറ്റ് ഇസ് ഈസ്ട്രസ് സൈക്കിൾ. അടുത്തതാണ് ഇവൻറ്റ്സ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ് അഥവാ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു, എംബ്രിയോ ഫോം ചെയ്യുന്നു. ഇത്രയും പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമുക്ക് സൗകര്യത്തിനായിട്ട് നമ്മൾ ആ ഡിഫറൻറ്റ് ഇവൻറ്റ്സിനെ 3 ഹെഡിങ്സിലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. Pre-fertilization events include gametogenesis and gamete transfer.
while fertilization events include external fertilization and internal fertilization. നമ്മൾ പറഞ്ഞു fertilization is otherwise known as syngamy. Then post-fertilization events involve zygote formation and embryogenesis. Pre-fertilization events. രണ്ട് പ്രധാന കാര്യങ്ങളാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ വരുന്നത്. ഒന്നാണ് ഗ്യാമറ്റോജെനിസിസ്, മറ്റൊന്ന് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. Define gametogenesis. Gametogenesis refers to the process of formation of gametes. Two types of gametes, male and female. Gametes are always haploid cells. ഇനി നമ്മൾ പറഞ്ഞു gametes രണ്ട് തരമാകാം, homogametes or isogametes, heterogametes or anisogametes. Homogametes are similar and anisogametes are dissimilar gametes. നോക്കിക്കേ, ഇത് ഹോമോഗ്യാമീറ്റ്സ് ആണ്, ഇവ ഹെറ്ററോഗ്യാമീറ്റ്സ് ആണ്. ഇതിൽ വലിപ്പത്തിലാണ് വ്യത്യാസം, ഒന്ന് മോട്ടയിലാണ് ഒന്ന് നോൺ മോട്ടയിലാണ്. ഇവിടെയും അതെ അനൈസോഗമിയാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഐസോഗ്യാമീറ്റ്സ് ഇൻ ക്ലാഡോഫോറയാണിത്, ഒരാൽഗയാണ് ആൽഗ. ദെൻ ഹെറ്ററോഗ്യാമീറ്റ്സ് ഇൻ ഫ്യൂക്കസ്, ഇതും ഒരാൽഗയാണ്, ഇത് ഹ്യൂമൻ ബീയിങ്. ഇതിൽ ഫീമെയിൽ ഗ്യാമീറ്റ് ആണ് വലുത്, ഫീമെയിൽ ഗ്യാമീറ്റ് വലുതും നോൺ മോട്ടയിലുമാണ്, മെയിൽ ഗ്യാമീറ്റ് ചെറുതും മോട്ടയിലുമാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞ പോർഷനിലെ നോട്ട്സൊക്കെ എഴുതി തയ്യാറാക്കി വെച്ചേക്കുക. ഇനി അടുത്ത ദിവസം നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, ബൈ.